ഹേ, നിങ്ങൾ 1979 ഇസ്ലാമിക് റവല്യൂഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? പണ്ട് വളരെ നല്ല സുഹൃത്തുക്കളായിരുന്ന ഇറാനും ഇസ്രായേലും പിന്നെ എങ്ങനെയാണ് ശത്രുക്കളായി മാറിയത് എന്നുള്ള കാരണമാണ് 1979 ഇസ്ലാമിക് റവല്യൂഷൻ. അതുവരെ ഇറാന്റെ റൂളറായിരുന്ന മുഹമ്മദ് റീസ പഹ്ലവി, ദ ഷാ ഓഫ് ഇറാൻ എന്ന സ്വേച്ഛാധിപതിയായ മൊണാർക്കിന്റെ കീഴിൽ ഇറാന്റെ ജനതകൾ തികച്ച സാമ്പത്തികമായും രാഷ്ട്രീയപരമായുള്ള അടിച്ചമർത്തലുകൾക്ക് വിധേയമാവുകയാണ്. അതുകൂടാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാനിലെ ഔദ്യോഗിക വിഷയങ്ങളിലുള്ള കടന്നുകയറ്റങ്ങളും കൂടി ആയപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പൊറുതിമുട്ടി. അവർ ഒരു റെവല്യൂഷന് തുടക്കം കുറിച്ചു. അങ്ങനെ ജാനുവരി 1979 ഷാ രാജ്യം വിടുകയും ആയത്തോള റുഹോള ഖൊമൈനിയുടെ ദ ഇസ്ലാമിക് റിപ്പബ്ലിക് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു പ്രോ വെസ്റ്റേൺ രാജ്യമായിരുന്ന ഇറാൻ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ച ചുരുക്കം ചില മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇറാൻ ഒരു ആൻറ്റി വെസ്റ്റേൺ, ആൻറ്റി ഇസ്രായേൽ രാജ്യമായി മാറുന്നു. അങ്ങനെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ സ്ലോഗൻ ഇറാനിൽ ജന്മം കൊള്ളുകയും ചെയ്യുന്നു. ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള ലെബനോണിലെ ഹെസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമ്മാസിനും ഇറാൻ ആയുധങ്ങളും സാമ്പത്തികവും കൈമാറാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരിക്കൽ നല്ല സുഹൃത്തുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾ ശത്രുക്കളായി മാറുന്നു.